എല്ലാവർക്കും എൻമിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ബാത്റൂമൊക്കെ നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുന്നവരാണല്ലേ. പക്ഷേ നമ്മൾ എത്ര വൃത്തിയാക്കി സൂക്ഷിച്ചാലും ചില സമയങ്ങളിലൊക്കെ ബാത്റൂമിൽ ഒരു ചീത്ത സ്മെല്ല് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ബാത്റൂമിലെ ചീത്ത സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു മണം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. അപ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ഫ്ലഷ് ചെയ്യുമ്പോഴും നമ്മുടെ ബാത്റൂമിലൊക്കെ നല്ലൊരു സ്മെല്ല് നിറയുന്നതായിരിക്കും. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ചെറിയ കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു ജ്യൂസൊക്കെ വാങ്ങിക്കുന്ന ഒരു കുപ്പിയാണ്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണിത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കംഫർട്ടാണ്. നമ്മുടെ വീട്ടിൽ കംഫർട്ട് ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഏത് ഫാബ്രിക് കണ്ടീഷണർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കംഫർട്ട് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു 5 രൂപയുടെ ഒരു പാക്കറ്റാണ്. ഇത് നമുക്കൊരു സോപ്പ് വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് നമുക്ക് യൂസ് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ ഇത് പൊട്ടിച്ചിട്ട് ഈ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഷാമ്പു അല്ലെങ്കിൽ ഡിഷ് വാഷോ അതുപോലത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കുന്നത്, സോപ്പിൻ്റെ അംശമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യരുത്. ഇതുപോലത്തെ ഒരു ഫാബ്രിക് കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. വലിയ ബോട്ടിൽ എടുക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ ബോട്ടിൽ എടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ഫാബ്രിക് കണ്ടീഷണർ ഈ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വലിയ ബോട്ടിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കൂടുതൽ ഫാബ്രിക് കണ്ടീഷണർ യൂസ് ചെയ്യേണ്ടി വരും. ബോട്ടിൽ നിറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അടപ്പ് ഇട്ട് വയ്ക്കുകയാണ്. അടപ്പ് ഞാൻ വെറുതെ അല്ല ഇട്ടിരിക്കുന്നത്, അതിനകത്തൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ ഇട്ടതിന് ശേഷം ഈ അടപ്പ് മുറുക്കി കൊടുക്കുകയാണ്. ഇനി ഞാൻ ഇവിടെ ഒരു നൂല് എടുത്തിട്ടുണ്ട്. ഈ നൂല് ഞാൻ ഈ ബോട്ടിലിൽ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ബാത്റൂമിലെ ഫ്ലഷ് ടാങ്കിലാണ് വയ്ക്കുന്നത്. അപ്പോൾ ഈ നൂലിട്ട് കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ട് നമുക്കിത് പിന്നീട് എടുത്ത് മാറ്റേണ്ട സമയത്ത് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് നൂല് കെട്ടി കൊടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ബാത്റൂമിലെ ഫ്ലഷ് ടാങ്ക് അടപ്പ് തുറന്നിട്ട് അതിനകത്തേക്ക് കമിഴ്ത്തി വെച്ച് കൊടുക്കുകയാണ്. കമിഴ്ത്തി വെച്ച് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടപ്പിലാണല്ലോ ഞാൻ ഹോൾ ഇട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത് കമിഴ്ത്തി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോ ഫ്ലഷ് അടിക്കുമ്പോഴും നമുക്ക് വെള്ളം തീരുന്നതനുസരിച്ച് ഈ കംഫർട്ട് ഇതിനകത്തേക്ക് വരികയും ചെയ്യും. നമ്മുടെ ഓരോ ഫ്ലഷിൽ നമുക്ക് നല്ല സ്മെല്ല് വരുന്നതായിരിക്കും. നമുക്ക് ഫ്ലഷ് ടാങ്കിന്റെ അകത്ത് വെക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ പുറത്ത് വെച്ച് കൊടുക്കാവുന്നതാണ്. അതുപോലത്തെ ഒരു വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ ഫ്ലഷ് ടാങ്ക് അടച്ചു വെച്ചതിന് ശേഷം ഓരോ ഫ്ലഷ് അടിക്കുമ്പോഴും ബാഡ് സ്മെല്ലൊന്നും ഇല്ലാതെ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ടോയ്ലറ്റിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.